Hi all, good morning. I am Vibhi Arun, life coach, mind power trainer and special parent motivator. Okay? ഇന്ന് നമ്മൾ ഡേ 2 ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഡേ 1 ആയിരുന്നെന്ന്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. മൈൻഡ് റീസെറ്റ് ചലഞ്ച് ഡേ 2. ഓക്കെ? അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ പറയുന്നത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക്, ഒരു തടസ്സം അല്ലേ, നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ, എനിക്കത് ചെയ്യാനുള്ള കഴിവുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ലിമിറ്റഡ് ബിലീഫ്സ്, അതായത് വിശ്വാസം, നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കും ഇല്ലേ. പല ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നമാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഐ ക്യാൻ ഡു ഇറ്റ്, അതുപോലെ എനിക്കത് ചെയ്യാനുള്ള സ്കില്ലില്ല, കഴിവില്ല, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വിശ്വസിക്കും. അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്നൊരു ബുക്ക് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനായിട്ടൊരു ബുക്ക് വേണമെന്ന്. ആ ബുക്കിൽ തന്നെ അടുത്ത പേജിലായിട്ട് എഴുതുക, ഐ കാൺ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെയുള്ള ആ ബിലീഫ് എഴുതുക. ഓക്കെ? എന്നിട്ട് ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കത് ഇന്ന കാര്യം എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മൾ നമ്മുടെ ബുക്കിൽ എഴുതിയിട്ട് അത് വെട്ടുക. ഓക്കെ? സ്ട്രൈക്ക് ചെയ്യുക, വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ പോസിറ്റീവ് തോട്ട്സ് എഴുതുക. എനിക്ക് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു ഇറ്റ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് സ്കില്ലാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് നന്നായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും, അങ്ങനെ അതിന് നേരെ എഴുതി വെക്കുക. അപ്പം നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എഴുതി അത് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ നേരെ തന്നെ പോസിറ്റീവ് തോട്ട്സ് എഴുതുക. എന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളത് ആ തോട്ട്സ് ഇങ്ങനെ എടുത്ത് വായിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആത്മവിശ്വാസം, നമുക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, എനർജി നമ്മുടെ മനസ്സിൽ, ആ ഒരു ഉപബോധ മനസ്സിൽ രൂപപ്പെടുകയാണ്. നമുക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയല്ലേ, എനിക്കത് ചെയ്യാൻ കഴിയും. അത് ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വായിച്ചു നോക്കുക. ആ നോട്ട്ബുക്കിൽ എഴുതിയ കാര്യം ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുമ്പം അത് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. നിനക്ക് ചെയ്യാൻ കഴിയും, നീ ഭയങ്കര ഏബിളാണ്, നിനക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്, അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അത് തന്നെ ചെയ്യും. ആ മനോഭാവം മാറി ആത്മവിശ്വാസം, ലിമിറ്റഡ് ബിലീഫ് എന്നുള്ള ആ ഒരു വിശ്വാസം മാറിയിട്ട് നമുക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും അത് സക്സസ് ആകും. ഓക്കെ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.